ഹലോ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറിവേപ്പ് നട്ടാലോ. അപ്പോൾ ഈ കറിവേപ്പിൽ തഴച്ച് വളരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നോ, ഇതിനെന്താ വളപ്രയോഗം ചെയ്യേണ്ടതെന്നോ, ഇതിൻ്റെ കീടങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കറിവേപ്പ് നടാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പ് നമ്മുടെ വീട്ടിലുള്ള വലിയൊരു കറിവേപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടുന്ന തൈകൾ ഇത് മഴ പെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിളിർത്തുണ്ടാകും. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ എടുത്ത് പല ഭാഗങ്ങളിലായിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൻ്റെ മുമ്പ് നട്ടു കൊടുത്തിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് ഞാൻ നിലത്ത് നടുന്നുണ്ട്, കുറച്ചെടുത്ത് ഞാൻ കവറിലും നടുന്നുണ്ട്. അപ്പോൾ ഈ കവറിൽ എന്തിനാണ് ഞാൻ നട്ടു കൊടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയട്ടോ. അപ്പോൾ ഞാനിതിന് പോട്ടി മിക്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള മണ്ണെടുത്തിട്ടുണ്ട്, മണലും എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടിയും പിന്നെ കരിയില കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടാനെടുത്ത് ചെറിയൊരു കവറിലാണ് നടണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൽ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ ഈ പോട്ട് മിക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നടാൻ ഉദ്ദേശിച്ച കവറിലേക്ക് നമ്മളിത് നട്ടു കൊടുക്കേണ്ട ചെയ്യാം. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ നടാൻ വെച്ചിട്ടുള്ള കവർ എടുത്തിട്ട്, ചെറിയൊരു കവറാണ് ഞാൻ എടുത്തിട്ട്, അപ്പോൾ ഇതിലാണ് ഞാൻ നടുന്നത്. അപ്പോൾ ഇതിലെന്തിനാണ് ഇതുപോലെ നടുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ പലരും ഇങ്ങനെ വരുമ്പോൾ കറിവേപ്പിൻ്റെ തൈകളൊക്കെ മേടിച്ച് കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ നട്ടിട്ട് പിന്നീട് കാണുമ്പോൾ നമ്മളോട് പറയുമോ അത് പിടിച്ചില്ല, കരിഞ്ഞു പോയി, വാടിപ്പോയി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്കും സംഭവിക്കാറുണ്ട്. ഞാനും എൻ്റെ വീട്ടിൽ ഇപ്പോഴാണ് കറിവേപ്പ് പിടിച്ച് കിട്ടിയത്. ഈ അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടുന്നേലൊക്കെ കറിവേപ്പ് മേടിച്ചുകൊണ്ടിരുമ്പോൾ എവിടുന്നേലൊക്കെ കറിവേപ്പ് കിട്ടിയാൽ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന പാടെ നമ്മളത് നട്ടു കൊടുക്കരുത് കേട്ടോ. കാരണം അതിൻ്റെ തണ്ടാണെങ്കിലും അതിൻ്റെ ലീഫാണെങ്കിലും അതിൻ്റെ വേരാണെങ്കിലും ഒക്കെ ഒരു ഉണക്കം ബാധിച്ചിട്ടുണ്ടാവും കേട്ടോ, ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. അപ്പം നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന പാടെ നമ്മളതൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ മുക്കി വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് തെളിർത്ത് വരും, അങ്ങനെ ജസ്റ്റ് ഒരു നല്ലൊരു ഇത് വരും. അപ്പോൾ വേരിലാണെങ്കിലും ഒരു പച്ചപ്പൊക്കെ വരും. അപ്പോൾ നമ്മളതെടുത്ത് എന്നിട്ട് നട്ടാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ കരിഞ്ഞിരിക്കുന്ന ടൈമിൽ കൊണ്ടുപോയി വന്ന് വെച്ചാൽ നമ്മളെ കറിവേപ്പ് ഒരിക്കലും പിടിച്ചു കിട്ടൂല. പിന്നെ ഞാനിത് കവറിൽ നടുന്നുണ്ട് പറഞ്ഞാൽ അതെന്തിനാ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ കറിവേപ്പ് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കണവർക്കൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു കൊടുക്കുമ്പോൾ പിടിച്ചില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ നട്ടു കൊടുത്ത ഈ പോട്ടിൽ നട്ടു കൊടുത്ത ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അതുപോലെ നടും. അപ്പോൾ ഇതൊക്കെ അതുപോലെ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ കറിവേപ്പ് പറഞ്ഞ ഇലകൾക്കാണല്ലോ നമ്മൾ കാര്യമായിട്ട് ഇത്. അപ്പം നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ മാത്രം യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒടിക്കുമ്പോൾ നമ്മളിതൊന്ന് ഹെൽത്തി ആയിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് ലീഫ് എടുക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒടിച്ചെടുക്കുക, കാരണം ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുക, അല്ലാതെ നമ്മളിങ്ങനെ ലീഫിൽ നിന്ന് ഇല മാത്രമായിട്ട് ഊരിയെടുക്കരുത്. പിന്നെ ഇതിൻ്റെ ചോട്ടിലിടക്ക് കുറച്ച് വെണ്ണൂറൊക്കെ ഇട്ട് കൊടുക്കുക, ഇലകളിലും കുറച്ച് വെണ്ണൂറൊക്കെ കൊടുത്ത് അതിൽ ഒരു തരം കറിവേപ്പിൻ്റെ ഇലകളിലൊരു പുള്ളിക്കുട്ടുണ്ടാവും, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കറിവേപ്പ് നന്നായിട്ട് വളരും.